അൽ-അല്ലാമ അശ്ശഅബി റഹിമഹുല്ലാഹ് അദ്ദേഹം താബിഈങ്ങളിൽപ്പെട്ട പണ്ഡിതനാണ്. അദ്ദേഹം പറയുന്നു റകിബ സയ്യിദ് ഇബ്നു സാബിത്ത് ഫഅഖദ ഇബ്നു അബ്ബാസ് ബിരികാബിഹി. സയ്യിദ് ഇബ്നു സാബിത്ത് അദ്ദേഹം സ്വഹാബികളിലെ പണ്ഡിതന്മാരിൽപ്പെട്ടയാളാണ്, അല്ല അവരിലെ കിബാറുകളിൽപ്പെട്ടയാളാണ്. കിബാർ സഹാബ, സഹാബികളിൽ ഇൽമു കൊണ്ട് പ്രായം കൊണ്ട് എല്ലാം വളരെ മുന്നിലുള്ള സഹാബിയാണ്. ഇബ്നു അബ്ബാസ് ആകട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്ത് ആകുന്ന സന്ദർഭത്തിൽ അദ്ദേഹം കുട്ടിയാണ്, അബ്ബാസിന്റെ മകനാണ്. സയ്യിദ് ഇബ്നു സാബിത്ത് അദ്ദേഹം വാഹനപ്പുറത്ത് കയറാൻ നിൽക്കുമ്പോൾ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം സയ്യിദ് ഇബ്നു സാബിത്തിന് മുകളിൽ കയറാൻ സഹായം ചെയ്തു കൊടുക്കുകയാണ് വാഹനപ്പുറത്ത്. അപ്പോൾ സയ്യിദ് ഇബ്നു സാബിത്ത് അദ്ദേഹം പറഞ്ഞു, യബ്ന അമ്മ റസൂലില്ലാഹ്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യനായ അബ്ബാസ്, അദ്ദേഹത്തിന്റെ മകനാണ് താങ്കൾ, അഹ്ലുൽ ബൈത്തിൽപ്പെട്ടവരാണ്. ലാ തഫ്അൽഹു, ഇങ്ങനെ ചെയ്യേണ്ടതില്ല. അഹ്ലുൽ ബൈത്തിൽപ്പെട്ടവരാണ്, കുടുംബമാണ്, അടുത്ത കുടുംബമാണ്. ലാ തഫ്അൽ, നീ അങ്ങനെ ചെയ്യരുത്. യാ ഇബ്ന അമ്മി റസൂലില്ലാഹ്. ഫഖാൽ, അപ്പോൾ ഇബ്നു അബ്ബാസ് അദ്ദേഹം പറഞ്ഞു, ഹാകദാ ഉമിർന അൻ നഫ്അല ബിഉലമാഇന, ഇപ്രകാരമാണ് ഉലമാക്കളോട് പെരുമാറാൻ ഞങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളത്. പണ്ഡിതന്മാരോട് ഇങ്ങനെ പെരുമാറാനാണ് കൽപ്പിച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, ഇൽമുള്ള പണ്ഡിതന്മാർ, പ്രായമുള്ളവർ, വയസ്സേറിയ പണ്ഡിതന്മാർ അവരോട് സംസാരിക്കുമ്പോൾ, ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ മാന്യത പാലിക്കണം, ആദരവ് പാലിച്ചുകൊണ്ടാണ് ചോദ്യം. പ്രായമുള്ള ആളുകൾ, ഇൽമിനു വേണ്ടി ധാരാളം കാലം പണിയെടുത്തവർ, പരിശ്രമിച്ചവർ, അവരുടെ അരികിൽ ഒരു തെറ്റുണ്ട് എന്ന് നിനക്ക് തോന്നിയാൽ തന്നെയും ചോദിക്കുന്നതിൽ നീ മര്യാദ പാലിക്കണം, അദബ് പാലിക്കണം. ഫഖാല സയ്യിദുൻ, അപ്പോൾ സയ്യിദ് ഇബ്നു സാബിത്ത് അദ്ദേഹം പറഞ്ഞു, അരിനി യദക്, ഇബ്നു അബ്ബാസ് നിന്റെ കൈ തരൂ. ഫഅഖ്റജ യദഹു ഫഖബ്ബലഹ സയ്യിദുൻ, ഇബ്നു അബ്ബാസ് കൈ നീട്ടിയപ്പോൾ സയ്യിദ് ഇബ്നു സാബിത്ത് ഇബ്നു അബ്ബാസിന്റെ കൈയിൽ ചുംബിച്ചു. വഖാല ഹാകദാ ഉമിർനാ അൻ നഫ്അല ബിഅഹ്ലി ബൈതി നബിയിനാ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഹ്ലു ബൈത്ത് അവരോട് ഈ രൂപത്തിൽ പെരുമാറാനാണ് നമ്മോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. സഹോദരങ്ങളെ, ഇത്തരം ഹദീസുകൾ ചില ആളുകൾ തെറ്റായി മനസ്സിലാക്കാനുള്ള ഹദീസുകളാണ്. ചില ആളുകൾ ഈ ഹദീസുകൾ തെളിവ് പിടിച്ചുകൊണ്ട് കാണുന്നിടത്തെല്ലാം പോയി ചുംബിക്കാൻ നിൽക്കുന്നത് കാണാം. വേറെ ചില ആളുകൾ അവരുടെ കൈകൾ മറ്റുള്ളവർക്ക് ചുംബിക്കാൻ വേണ്ടി നീട്ടി വെച്ചു കൊടുക്കുന്നത് കാണാം. ഇത് പാടില്ലാത്ത കാര്യമാണ്. അൽ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ മകൻ പറയുന്നു, എൻ്റെ പിതാവിനെ ഉമറാക്കളും ഉലമാക്കളും വന്ന് ചുംബിക്കാറുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്കറിയാമായിരുന്നു ഇമാം അഹ്മദിന് അത് ഇഷ്ടമായിരുന്നില്ല, താല്പര്യമുണ്ടായിരുന്ന കാര്യമായിരുന്നില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കൈ ചുംബിക്കാൻ അദ്ദേഹം മറ്റൊരാൾ കൈ വലിച്ചു, അദ്ദേഹം കൈ തിരിച്ചു വലിച്ചു. സലഫുകൾ, മുൻഗാമികൾ ഇത്തരം വ്യക്തിപരമായ കാര്യങ്ങൾ, ഇത്തരം വ്യക്തികളെ അമിതമായി ആദരിക്കുന്ന രീതികൾ, അതിൽ അതിര് കവിയുന്നത് അവർ വളരെയധികം ശ്രദ്ധിച്ചിരുന്നു. അതുകൊണ്ടാണ് സലഫുകളിൽപ്പെട്ട ചിലർ, അവരൊരിക്കൽ അങ്ങാടിയിലൂടെ ഒരാൾ നടന്നു പോകുന്നത് കണ്ടു. അയാൾ മുന്നിൽ നടക്കുന്നു, അയാളുടെ പിറകിൽ അയാളുടെ അനുയായികളെ പോലെ കുറച്ച് ആളുകൾ ചോദ്യം ചോദിക്കുന്ന മറ്റുമൊക്കെ നടന്നു. ഇത് കണ്ടപ്പോൾ അവർ പറഞ്ഞു, ഇന്ന ഹാദാ ഫിത്നതുൻ ലിഅത്താബിഅ, ഇന്ന ഹാദാ ഫിത്നതുൻ ലിൽമത്ബൂഅ വദില്ലത്തുൻ ലിത്താബിഅ, ഈ ചെയ്യുന്ന പ്രവൃത്തി ഇത് നേതാവിന് ഫിത്നയാണ്, പിൻപറ്റുന്നവർക്ക് അപമാനവുമാണ്. വേറെ ആളെ പിന്നിൽ ഇങ്ങനെ ഒരു മര്യാദയില്ലാതെ, ഒരു തീരെ ഏതൊരാൾക്ക് മുന്നിലും നീ മുസ്ലിമാണ് എന്ന കാര്യം മറക്കരുത്. നീ അള്ളാഹുവിന്റെ അടിമയാണ്, ഒരാളുടെ മുൻപിൽ അടിമയെ പോലെ നിൽക്കരുത്. ഇന്ന ഹാദാ ഫിത്നതുൻ ലിൽമത്ബൂഅ വദില്ലത്തുൻ ലിത്താബിഅ, ഈ ചെയ്യുന്നത് നേതാവിന് ഫിത്നയും പിറകിൽ നടക്കുന്നവന് അപമാനവുമാണ് എന്ന് സലഫുകൾ അവർ പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ഉലമാക്കൾ പലരും ഈ കാര്യം ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്തിയത്. ഒരിക്കൽ അബൂ ഉബൈദത്ത് ഇബ്നുൽ ജറാഹ് ഉമർ ഇബ്നുൽ ഖത്താബിന്റെ കയ്യിൽ ചുംബിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് കൈ പിടിച്ചു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം തന്റെ കൈ തിരിച്ചു വലിച്ചു. ഫതനാവല റിജ്ലഹ്, അപ്പോൾ അബൂ ഉബൈദ ഉമറിന്റെ കാൽ ചുംബിക്കാൻ തുനിഞ്ഞു. ഉമർ ഇബ്നുൽ ഖത്താബ് അദ്ദേഹം പറഞ്ഞു, മാ റദീതു മിൻക ബിതിൽക, കൈയിൽ ചുംബിക്കുന്നത് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഫകൈഫ ഹാദിഹ്, അപ്പോൾ പിന്നെ എങ്ങനെയാണ് എൻ്റെ കാലിൽ ചുംബിക്കുന്നത് എനിക്ക് തൃപ്തികരമാവുക? നോക്കൂ നിങ്ങൾ, സഹാബികൾ അവരാണ് നേതാക്കന്മാർ, അവരായിരുന്നു ഉമറിനെ പോലുള്ളവരായിരുന്നു നേതാക്കന്മാർ, അബൂ ഉബൈദയെ പോലെ ഉള്ളവരായിരുന്നു പിൻഗാമികൾ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ കാര്യം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. പണ്ഡിതന്മാരിൽ ചിലർ ഇതിന് ചില നിബന്ധനകൾ പറഞ്ഞു. ഒരാളെ നീ ചുംബിക്കുകയാണ് എങ്കിൽ അതിൽ പാലിക്കേണ്ട ചില നിബന്ധനകളുണ്ട്. ഒന്നാമത്തെ കാര്യം, ദീനിനു വേണ്ടിയായിരിക്കണം. എൻ്റെ ഉദ്ദേശം ദീനായിരിക്കണം, ദുനിയാവാകരുത്. ദുനിയാവിൻ്റെ ആഗ്രഹം കൊണ്ട് നീ ഒരാളെ ചുംബിക്കുക എന്നതോ, അതല്ലെങ്കിൽ ഒരാളെ അണക്കുക എന്നതോ, ആലിംഗനം ചെയ്യുക എന്നതോ പാടില്ലാത്ത കാര്യമാണ്. അല്ലാമ അൽ മർറൂസി റഹിമഹുല്ലാഹ്
അദ്ദേഹം പറയുന്നു, ഞാൻ ഇമാം അഹ്മദിനോട് മറ്റൊരാളുടെ കയ്യിൽ ചുംബിക്കുന്നത് അനുവദനീയമാണോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇൻ കാന അലാ തരീഖി തദയ്യുൻ ഫലാ ബഅസ്. അയാൾ ദീനിന്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിക്കുന്നതിന്റെ പേരിലാണ് ചുംബിക്കുന്നത് എങ്കിൽ ഫലാ ബഅസ, അത് കുഴപ്പമില്ല, നല്ല കാര്യമാണ് എന്നാണോ പറഞ്ഞത്? എല്ലാവരും ഇനി ചെയ്യണമെന്നാണോ പറഞ്ഞത്? അല്ല, ഫലാ ബഅസ്, അയാൾ ചെയ്യുന്നു എങ്കിൽ കുഴപ്പമില്ല. വഇൻ കാന അലാ തരീഖി ദുനിയ ഫലാ, ദുനിയാവ് അതിൽ ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്നതാണ് എങ്കിൽ അത് പാടില്ല എന്ന് ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു. ഇല്ല റജുലൻ തഖാഫു സൈഫഹു ഔ സൗതഹു, രാജാവിനെ അയാളുടെ കയ്യിൽ ചുംബിച്ചിട്ടില്ലെങ്കിൽ ചാട്ട കൊണ്ട് അടി കിട്ടുമെന്ന് നിനക്ക് പേടിയുണ്ട് എങ്കിൽ, അതല്ലെങ്കിൽ അയാൾ നിന്നെ ആക്രമിക്കുമെന്ന് നിനക്ക് പേടിയുണ്ട് എങ്കിൽ നിനക്ക് അയാളെ ചുംബിക്കാം, ഈ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടാൻ. പഴയ കാലത്ത് ഉമറാക്കന്മാർ, രാജാക്കന്മാർ ഇവർ സിംഹാസനങ്ങളിൽ ഇരിക്കും, ആളുകൾ വന്നവരെ ചുംബിച്ചു പോകും. അയാളെ ചുംബിക്കാതെ മാറി നിന്നാൽ അതിൻ്റെ പേരിൽ നിനക്ക് ശിക്ഷ കിട്ടുമെന്ന് പേടിക്കുന്നു എങ്കിൽ ആ ശിക്ഷ ഒഴിവാക്കുന്നതിന് വേണ്ടി നിനക്ക് അയാളെ ചുംബിക്കാൻ അനുവാദമുണ്ട്. ഒന്നാമത്തെ കാര്യം ദുനിയാവിന് വേണ്ടി ആകരുത്. രണ്ടാമത്തെ കാര്യം, ഒരാളും തന്നെ മറ്റുള്ളവർ ചുംബിക്കണമെന്ന് ആഗ്രഹിക്കുകയോ മറ്റുള്ളവർ ചുംബിക്കുമ്പോൾ അത് ഇഷ്ടപ്പെടുകയോ ചെയ്യരുത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ഒരാളെ ചുംബിക്കാതിരിക്കുകയാണ് നല്ലത്. കാരണം ചുംബിക്കപ്പെടുന്ന വ്യക്തി, ഈ ആദരിക്കപ്പെടുന്ന വ്യക്തി, അദ്ദേഹത്തിന് പലപ്പോഴും ഇത് ഫിത്നയായിരിക്കും. അയാളെ ഇത് വഴികേടിലേക്കാണ് നയിക്കാൻ വടിയൊരുക്കുക. ആദരവ് അതിൻ്റെ പരിധികൾ ലംഘിച്ചു കഴിഞ്ഞാൽ അത് പലപ്പോഴും അപകടങ്ങളിലേക്കാണ് പോവുക. അവിടെ ആ കാര്യത്തിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട്. മൂന്നാമത്തെ കാര്യം, അൻ യകൂന ഖലീലൻ ലാ കസീറൻ മുഅ്താദൻ, എപ്പോഴെങ്കിലുമൊക്കെയാണ് ഈ പറഞ്ഞ കാര്യം ചെയ്യുന്നെങ്കിൽ തന്നെ ചെയ്യാൻ പാടുള്ളൂ. സ്ഥിരമായി ഒരാളെ കാണുമ്പോൾ ചുംബിക്കുക, സ്ഥിരമായി ഒരാളെ കാണുമ്പോൾ ഇതൊരു ശീലമാക്കുക എന്നത് പാടില്ലാത്ത കാര്യമാണ്, അല്ലെങ്കിൽ ഒഴിവാക്കേണ്ട കാര്യമാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, തഖ്ബീലുൽ യദി ലം യകൂനു യഅ്താദൂനഹു ഇല്ലാ ഖലീലൻ. മുൻഗാമികൾ അവർ കൈകളിൽ ചുംബിക്കുക എന്നത് വളരെ കുറച്ചല്ലാതെ ചെയ്യാറുണ്ടായിരുന്നില്ല. നാലാമത്തെ കാര്യം, കൈകളിൽ ചുംബിക്കുക എന്നത് ചുംബിക്കുന്ന വ്യക്തി അവൻ സ്വയം തുടങ്ങി വെക്കേണ്ടതാണ്. ഒരാൾ ചുംബിക്കുന്നതിന് വേണ്ടി കൈ നീട്ടിവെച്ചു കൊടുക്കുക എന്നത് ഒഴിവാക്കേണ്ട കാര്യമാണ്, പാടില്ലാത്ത കാര്യമാണ്. സുലൈമാൻ ഇബ്നു ഹർബ് അദ്ദേഹം പറഞ്ഞു, ഒരു മനുഷ്യൻ തൻ്റെ കൈ മറ്റുള്ളവർക്ക് ചുംബിക്കാൻ വേണ്ടി നീട്ടിവെച്ചു കൊടുക്കുക എന്നത് അത് വിലക്കപ്പെടേണ്ട കാര്യമാണ് എന്നതിൽ പണ്ഡിതന്മാർക്ക് അഭിപ്രായവ്യത്യാസമല്ല. ഈ കാലഘട്ടത്തിൽ പൗരോഹിത്യം ചെയ്യുന്ന പ്രവൃത്തി നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഇതിനായിട്ട് ചില സദസ്സുകളെല്ലാം ഉണ്ടാവും. ഉസ്താദ് ഇരിക്കും, ആൾക്കാരിങ്ങനെ ലൈനായി നിൽക്കും, ചുംബിച്ച് അങ്ങനെ പോകും. ഇത് പാടില്ല. അദ്ദേഹം പറയുന്നു, കാഇനം മൻ കാൻ, എത്ര വലിയ ആളാണ് എങ്കിലും തൻ്റെ കൈ ചുംബിക്കുന്നതിന് വേണ്ടി വെച്ചു കൊടുക്കാൻ പാടില്ല എന്ന് സുലൈമാൻ ഇബ്നു ഹർബ് അദ്ദേഹം പറയുന്നത് സലഫുകളിൽപ്പെട്ട പണ്ഡിതനാണ്. അഞ്ചാമത്തെ കാര്യം, അല്ല യകൂന ബിഖസ്ദി തബറുക്, ബറക്കത്തെടുക്കുക എന്ന ഉദ്ദേശത്തിൽ ഒരാളെ ചുംബിക്കരുത്. ഒരു വ്യക്തിയിൽ നിന്ന് ബറക്കത്തെടുക്കുക എന്ന ഉദ്ദേശത്തിൽ ചുംബിച്ചാൽ അത് ഹറാമാണ്. ഇൻഷാ അല്ലാഹ് കിതാബ് തൗഹീദിൽ അടുത്ത അധ്യായം അതാണ്. ഒരു വ്യക്തിയുടെ ബറക്കത്ത് ലഭിക്കുക എന്ന ഉദ്ദേശത്തിൽ മറ്റൊരാളെ ചുംബിക്കാൻ പാടില്ല. ഇത് പലപ്പോഴും ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം. തൗഹീദുള്ള ആളുകളിൽ വരെ ചിലപ്പോൾ തമാശക്കോ അതല്ലെങ്കിൽ അറിവില്ലാതെയോ ഇത്തരം കാര്യങ്ങൾ കയറി വരാറുണ്ട്. ഉസ്താദ് വെള്ളം കുടിച്ചു, ഗ്ലാസ്സോടെ വെച്ചു, കുറച്ച് വെള്ളം ബാക്കി ഞാൻ കുടിക്കട്ടെ, തബറുക്ക് എടുക്കരുത്. ഇത് പാടില്ല, അത് ഹറാമാണ്, നിഷിദ്ധമാണ്. ഉസ്താദിലോ അതല്ലെങ്കിൽ അധ്യാപകനിലോ അതല്ലെങ്കിൽ ഷെയ്ഖിലോ പണ്ഡിതന്മാരിലോ ഒരാളിലും എന്തില്ല, ബറക്കത്തില്ല. അവരിൽ നിന്ന് ബറക്കത്തെടുക്കുക എന്ന ഉദ്ദേശത്തിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യരുത്. ഉസ്താദിന്റെ വസ്ത്രം, ഷെയ്ഖിന്റെ വസ്ത്രം ചെയ്യരുത്. ആറാമത്തെ കാര്യം, ഈ പറയുന്ന പ്രവൃത്തി കൊണ്ട് ഫിത്ന ഭയക്കരുത്. ഉദാഹരണത്തിന് അതുകൊണ്ട് ഷഹ്വത്ത്, ദേഹേച്ഛ ഉണ്ടാകുമെന്ന് അല്ലെങ്കിൽ ലൈംഗികമായ താല്പര്യങ്ങളിലേക്ക് നയിക്കുമെന്ന് പേടിക്കുന്നു എങ്കിൽ പാടില്ല. അതല്ലെങ്കിൽ ചുംബിക്കുന്ന വ്യക്തിയോ അതല്ലെങ്കിൽ ഇത് സ്വീകരിക്കുന്ന വ്യക്തിയോ അദ്ദേഹത്തിന് അഹങ്കാരമുണ്ടാകാൻ കാരണമാകുമെന്ന് പേടിക്കുന്നു എങ്കിൽ ഇത് ചെയ്യാൻ പാടില്ല. ഈ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് മാത്രമാണ് ഇക്കാര്യം അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. ഇത് പൊതുവെ അൽഹംദുലില്ലാഹ് നമ്മുടെ നാട്ടിൽ പൊതുവെ തൗഹീദുള്ളവർക്കിടയിൽ, സുന്നത്ത് പാലിക്കുന്നവർക്കിടയിൽ ഈ രീതി വ്യാപകമല്ല. അതുകൊണ്ട് ഒരാളും അത് പുതുതായി കൊണ്ടുവരാതിരിക്കുക എന്നതാണ് നല്ലത്. കാരണം ഇത്തരം കാര്യങ്ങൾ അനുവദനീയമാണ് എന്നതൊഴിച്ചു നിർത്തിയാൽ ഇത് ഉപേക്ഷിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരു കുഴപ്പവും വരാനില്ല.